സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ശ്രദ്ധ മോഷ്ടിക്കുകയാണോ? പുതിയ സ്ലോ ടെക് വിപ്ലവം. ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. ഫോൺ എടുത്തത് സമയം നോക്കാനായിരുന്നു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ, ഞാൻ സമയം നോക്കാനല്ലേ ഫോൺ എടുത്തത്. ഇങ്ങനെ സംഭവിക്കാത്തവർ വളരെ കുറവായിരിക്കും. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം സ്മാർട്ട് ഫോണുകളാണ് നിയന്ത്രിക്കുന്നത്. ഭക്ഷണം ഓർഡർ ചെയ്യാനും, ബാങ്കിംഗ് ചെയ്യാനും, സിനിമ കാണാനും, സുഹൃത്തുക്കളോട് സംസാരിക്കാനും എല്ലാത്തിനും ഫോൺ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ശ്രദ്ധയും സമയവും പതിയെ ഫോൺ തട്ടിയെടുക്കുകയാണ്. ഇതിനെ പലരും ഇപ്പോൾ അറ്റൻഷൻ ക്രൈസിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? ലോകം ഇപ്പോൾ കൂടുതൽ ടെക്നോളജി തേടുന്നില്ല. പകരം കുറച്ച് ടെക്നോളജി മതി എന്ന ചിന്തയിലേക്ക് മാറുകയാണ്. ഈ പുതിയ ട്രെൻഡിന്റെ പേരാണ് സ്ലോ ടെക്. പേര് കേട്ട് പേടിക്കണ്ട. ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. ടെക്നോളജി നമ്മളെ നിയന്ത്രിക്കരുത്, നമ്മളാണ് ടെക്നോളജിയെ നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പഴയ ഐപോഡ്, ഡിജിറ്റൽ ക്യാമറ, CD പ്ലെയർ, വയേർഡ് ഇയർഫോൺ, പഴയ ഗെയിമിംഗ് കോൺസോൾ തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം അവ ഉപയോഗിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഇല്ല, ആഡ്സ് ഇല്ല, ഇനി ഈ വീഡിയോ കൂടി കാണൂ എന്ന് പറയുന്ന അൽഗോറിതം ഇല്ല. മനസ്സമാധാനത്തോടെ ഉപയോഗിക്കാം. ആപ്പിളിന്റെ ഐപോഡ് സൃഷ്ടിച്ച ടോണി ഫാഡൽ ഒരിക്കലൊരു പഴയ പരസ്യം കണ്ടപ്പോൾ അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: 0 സ്ക്രീൻ ടൈം. വർഷങ്ങൾക്ക് മുൻപെഴുതിയ ആ വാചകം ഇന്ന് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാണ്. കാരണം ഇന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഓൺലൈനാണ്. രാവിലെ കണ്ണ് തുറക്കുന്നതും ഫോൺ നോക്കിയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഫോൺ. ഇടയ്ക്ക് കിട്ടുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധ തകർക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ പ്രശ്നമല്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. കാരണം ഇന്നത്തെ പല ആപ്പുകളും നമ്മളെ കൂടുതൽ സമയം സ്ക്രീനിൽ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില കമ്പനികൾ പുതിയ രീതിയിലുള്ള ആപ്പുകളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം മാത്രം ഫോൺ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ആപ്പുകൾ, വായനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമുകൾ, യഥാർത്ഥ ജീവിതത്തിൽ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം സ്ലോ ടെക് എന്ന ആശയത്തിന്റെ ഭാഗമാണ്. കാരണം ലക്ഷ്യം ടെക്നോളജിയെ ഉപേക്ഷിക്കലല്ല, പകരം ടെക്നോളജി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാതെ ജീവിതം നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കണം. അപ്പോൾ ഒരു ചോദ്യം: നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണോ, അല്ലെങ്കിൽ ഫോൺ നമ്മളെയാണോ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. ഇത്തരത്തിലുള്ള ലളിതമായ ടെക് വാർത്തകളും അറിവുകളും മലയാളത്തിൽ അറിയാൻ ബാക്ക് ആൻഡ് ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.